നിങ്ങൾക്ക് എന്താ കണ്ടില്ല? സോറി, ഞാൻ കണ്ടില്ല. മോളെ കാര്യം ചെയ്യും, ഇത് തുടച്ചെന്നിട്ട് പോയാ മതി. ഞാൻ അറിയാതെ പറയാതെന്നൊന്നുമില്ല, ഇത് തുടച്ചെന്നിട്ട് പോയാ മതി. എനിക്കൊരു പ്രോജക്റ്റ് വർക്ക് ഉണ്ട്, ഒന്ന് മാറി ഞാൻ പോട്ടെ. പ്രൊജക്റ്റോ അസൈൻമെന്റോ എന്താന്ന് വെച്ച് ചെയ്തോ, പക്ഷെ ഇത് തുടച്ചെന്നിട്ട് പോയാ മതി. നീ വാ ലൈലാസുര, നീ കളത്തിലിറങ്ങിയാലല്ലേ ഹൃദയരഞ്ജനൊരു ത്രില്ലുള്ളൂ. നിനക്ക് ഹൃദയരഞ്ജന കുറെ നാളായി നീ തുടങ്ങിട്ട് നിന്റെ വീട്ടിൽ എന്നെ വിളിക്കുന്ന കിങ്ങിണിയിലല്ലോ. ആർക്കോ കിങ്ങിണി നെഞ്ചത്ത് കളർ മതിക്കും. ഞാൻ കിങ്ങിണി ഇങ്ങോട്ട് മാറും. കിങ്ങിണി മാറാനാണ് ഞാൻ പറഞ്ഞല്ലേ മാറാൻ. കിങ്ങിണി അല്ല രഞ്ജ, ആ കുട്ടി നമ്മള് ബോസ് പണി പോലെയാ. ഒരു തരി കളർ എഴുതാൻ ഞാൻ സമ്മതിച്ചില്ല, കണ്ടില്ലേ? എന്താ ചിരിക്കണേ? ഒന്നുമില്ല. എന്തോണ്ടല്ലോ, ഇയാളുടെ മുഖത്ത് ചിരിയൊക്കെ വരുമല്ലേ? ലൈലാസറിന് ഓടി വരാണ്ടപ്പോ ഞാൻ കരുതി എന്തോ വലിയ പ്രശ്നം ഉണ്ടാക്കാനുള്ള വരവാണെന്നാ. ആള് ഇത്ര ഉള്ളല്ലേ? അത് ഞാനും ഫിഫും കൂടി തമാശക്ക്. അല്ല, നിങ്ങൾ എന്തെങ്കിലും സീരിയസ് ആയിട്ട് സംസാരിച്ചിരിക്കായിരുന്നോ? കുറച്ച് സീരിയസ് ടോക്ക് ആയിരുന്നു. ലൈലാസറൻ വന്നത് നന്നായി. ക്ലാര ഇന്ന് ലൈബ്രറി പോയില്ലേ? അത് അവിടുത്തെ ബുക്സ് മൊത്തം വായിച്ചു തീർത്താ. എന്തിനാ വീണ്ടും വരാനാണോ? പിന്നെ ബുക്കുമായിട്ട് അങ്ങോട്ട്? അയ്യോ, അത് ഞാൻ അറിയാണ്ട് തമാശക്ക്. ഒന്നും മറന്നിട്ടില്ലല്ലേ? ലൈലാസറിനെ കുളിയൊക്കെ കഴിഞ്ഞ് എപ്പോഴാ വീട്ടിൽ പോകുന്നത്? അതിന് ആഘോഷം തുടങ്ങിയിട്ടില്ല. സമയം ഇങ്ങനെ നീണ്ടു നിവർന്ന് കിടക്കാല്ലേ. കുഴപ്പമില്ല, നടക്കട്ടെ. അറിയാണ്ട് പറ്റിപ്പോയതാ. ശരി, എന്നാ കാണാം. എന്തൊരു അവസ്ഥയാണ് ഫിഫു. ഡാ, നീ എന്തിനൊന്ന് വൈകുന്നേരം എൻ്റെ അടുത്ത് മിണ്ടാതെ പോയത്? ഫിഫുടാ, ഡാ, ഞാനിന്ന് ക്ലാരയായിട്ട് സംസാരിച്ചടാ. എടാ, അവളൊരു പാവാടാ. എടാ, നീ എന്തെങ്കിലും ഒന്ന് പറ. എനിക്ക് മിസ്സിനെ മറക്കാൻ പറ്റണില്ലടാ. വിഷമം വരണ്. എന്നിട്ട് ബാക്കി പറ. ആദ്യമായിട്ട് മിസ് നമ്മുടെ ക്ലാസ്സിൽ വന്ന് പ്രാർത്ഥന ചൊല്ലിയപ്പോഴും, ഞങ്ങളൊരു തവണ അന്താക്ഷരി കളിക്കുന്ന സമയത്ത് മിസ് വന്നപ്പോ ഞങ്ങൾ കളിയാക്കി പള്ളിപ്പാട്ട് പാടിയപ്പോഴും, ഞാൻ വെച്ച ഓരോ കത്തുകളും മിസ് എടുത്ത് ആകാംക്ഷയോടെ വായിച്ചപ്പോഴും ഞാൻ മനസ്സിൽ ഉറപ്പിച്ചതാ, ദൈവം എന്തോ എനിക്ക് വേണ്ടി ഭൂമിയിലേക്ക് അയച്ച മാലാഖയാണ് മേഴ്സി മിസ് എന്ന്. എല്ലാം വെറുതെ പോയില്ലേ? എടാ മഹാകവി, നീ ഇങ്ങനെയാണ് മിസ്സിന് എഴുതി കൊടുത്തത്? എടാ, നിന്റെ ഇഷ്ടം മിസ്സിനെ അറിയാത്തോണ്ട് മിസ്സിന് ഇഷ്ടമുള്ള സാറിനോട് മിസ് പോയി. മിസ്സായി പോയി ഫിഫു. അത് വിട്ടുകളാ. എന്നാലും എന്റെ ഇഷ്ടം മിസ്സിനോടൊന്നും തുറന്നു പറയാൻ പറ്റിയില്ല. തുറന്നു പറയാഞ്ഞത് നന്നായി. മിസ് അങ്ങനെ ഇത് അറിഞ്ഞായിരുന്നു കണ്ടില്ല, നിന്റെ മോറുത്തി അടിച്ചേനെ. അതെ, അച്ഛനാണെങ്കിൽ കാര്യങ്ങൾ പറയട്ടെ. വേണ്ട പറയലടാ, അച്ഛനെ ചീത്ത പറയും. അപ്പൊ നീ മര്യാദയ്ക്ക് സംഭവം വിട്ടോ, അല്ലെങ്കിൽ ഞാൻ അച്ഛൻ്റെ അടുത്ത് പറയും. ഞാൻ പറഞ്ഞത് അനുസരിച്ചോ നീ. അയ്യോ, ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ അച്ഛോ. നീ എന്താ ഇവിടെ? നിനക്ക് വീട്ടിൽ പോറായില്ല? അല്ലാതെ എക്സാം ആയിട്ട് ഞങ്ങൾ രണ്ടുപേരും കമ്പൻ സ്റ്റഡി ആയിട്ട് ഇങ്ങനെ ചുമ തമാശക്ക് വർത്താനം പറഞ്ഞ്. എക്സാം ആണെന്ന് അറിയാം, നന്നായിട്ട് പഠിക്കുന്നില്ലെന്നും അറിയാം, നന്നായിട്ട് നോക്കൂലേ? നീയും ഭക്ഷണം കഴിച്ചോ രണ്ടുപേരും? മെസ്സടക്കാറായി, എന്നാ പെട്ടെന്ന് പോയി കഴിക്കാൻ രണ്ടാളും. അല്ല, ഞാൻ വീട്ടിൽ പോയി. എന്നാ നീ വീട്ടിൽ പോയി കഴിക്കേ, നീ മെസ്സിൽ പോയി കഴിക്കേ. ഞാൻ നേരത്തെ കഴിച്ചു. അന്ന് നമ്മൾ യേശുവിനെ കണ്ടു. എന്ത് സാധനത്? എന്റെ ഫിഫു, നീ ഞാൻ പറയണത് മനസ്സിലാക്ക്. ടീച്ചറിനെ കുറുക്കൻ അല്ല സാറുണ്ടായി. അതുകൊണ്ട് നാളെ വീട്ടിൽ വന്ന് ഒരു ദോശയും ചമ്മന്തിയും കഴിച്ചാൽ നിന്റെ എല്ലാ പ്രശ്നങ്ങളും തീരും.
മെഹുന കൊള്ളപ്പെടോ ഒന്ന് ചിരിക്കി പോട്ടേടാ നാളെ കാണാം. ആ ലൈലു ഒരു പ്രധാന കാര്യം. എന്താ വെച്ചോ? ആ, നീ ഭക്ഷണം കഴിച്ചിട്ട് യൂട്യൂബിൽ എന്റെ പ്രഭാഷണം കേൾക്കുക, എന്നിട്ട് നിന്റെ ആത്മീയത ഉണർത്തുക, നന്നായിട്ട് പ്രാർത്ഥിക്കുക. ആ ലൈലു വരൂ, നീ നന്നായിട്ട് നിന്റെ ആത്മീയത പിന്നെ അച്ഛൻ മാസല്ലടാ. ഓ. എങ്ങനെയുണ്ട്? അടിപൊളി ആടാ, അടിപൊളി. മുറിയിലിരുന്ന് കേൾക്കാം. ഇല്ല എനിക്ക് വീട്ടിൽ പോയിട്ട് കുറച്ച് അത്യാവശ്യമുണ്ട്. അല്ല, എന്റെ പ്രസംഗം എന്റെ പൊന്നച്ചോ യൂട്യൂബില് വേണ്ട, ഞാൻ എന്റെ വേറെയും കുറച്ച് പ്രസംഗങ്ങളുണ്ട്. ആ, വേണ്ട. പിന്നെ അച്ഛന്റെ ബെല്ലൈക്കൺ അമർത്തണം, സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമന്റ് ചെയ്യണം, എല്ലാവരെ കൊണ്ടും ഷെയർ ചെയ്യിപ്പിക്കണം. ഇടയ്ക്കൊക്കെ കമന്റ് വായിക്കണത് നല്ലതാ. കുറച്ചാളായിട്ട് ആ ചേരി തന്നെയാ. ഇടയ്ക്കൊക്കെ താഴേക്ക് ഇറങ്ങ്. അപ്പൊ ഹാപ്പി നൈറ്റ്സ്. എടാ സെബാസ്റ്റ്യൻ, നീ അച്ഛന്റെ ലിങ്ക് ഷെയർ ചെയ്തായിരുന്നു. നെഞ്ചുവേദനയുടെ പ്രസംഗം കേൾപ്പിക്കാം. ചമ്മന്തിപ്പൊടിയില്ലേ അമ്മ? എവിടെ? ഇവിടെയാണോ? ഇതാ. അയ്യേ പറ്റിച്ച് അത് കാലിടപ്പ ബണ്ടൻ. രണ്ടുപേരും കൂടെ രാവിലെ എങ്ങോട്ട് തെണ്ടാൻ പോവാണ്? നേരത്തെ കുടുംബത്തെ തീർക്കണം. തെണ്ടാനാ, ഞങ്ങള് കോളേജിൽ പോവാണ്. എന്തോ അസുഖം ഇറങ്ങിയിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. ഇന്നലെ ലൈലയുടെ അച്ഛൻ ഫോണിൽ അയച്ചെന്നതാ. അത് അങ്ങനെ നാട്ടിലേക്ക് വരാണ്ടിരിക്കാനുള്ള ടൈപ്പാണ്. നിന്നോടൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. പിന്നെ എന്തിനാണ് പറയണത്? എടാ, അടുത്ത ശനിയാഴ്ച അപ്പൂപ്പന്റെ 80ാം പിറന്നാളാ. ആള് മറന്നിരിക്കുക. ആണോ? നമുക്ക് കുറച്ച് ബന്ധുക്കളെയൊക്കെ ഒന്ന് വിളിച്ച് ആൾക്ക് സർപ്രൈസ് കൊടുത്താലോ? അങ്ങനെ ഒരു അടിപൊളി ആയിക്കോട്ടെ. അത് തന്നെ. മതി ചേച്ചത്. അമ്മക്ക് വേറെ പണിയൊന്നുമില്ലേ? സർപ്രൈസ്, എന്റെ ജീവിതമേ സർപ്രൈസ് ആക്കിയാണ്. നിന്നോട് ഇപ്പൊ ചോദിച്ചതാ പ്രശ്നമായേ. എനിക്ക് ഇഷ്ടമല്ല, നമുക്കറിയാലോ. പിന്നെ എന്തിനാണ് പറയണത്? ഇത് ദോഷമാണ്. നിനക്ക് ആരെങ്കിലും വിളിക്കാനുണ്ടെങ്കിൽ വിളിച്ചോട്ടെ എന്ന് കരുതി പറഞ്ഞതാ. ഞങ്ങൾ എന്തായാലും ഇത് ആഘോഷിക്കും. പിന്നെ ക്ഷണിക്കായിരിക്കല്ലോ ഇവിടെ ആൾക്കാര്. വേറെ പണിയൊന്നുമില്ലേ? അങ്ങനെയാണെങ്കിലേ നമുക്ക് പായസം പഴയെടുത്ത് ഏൽപ്പിച്ചാലാ? ആ, അത് നോക്കാം. ഏൽപ്പിക്കട്ടെ, നല്ലല്ലേ? മേരി, മേരി, ഞാൻ നിന്നോട് പറഞ്ഞ കാര്യം എന്തായി? ഞാനുണ്ടാവില്ല, എനിക്ക് പ്രാക്ടീസ് ഉണ്ട്. എന്റെ കൂടെ 2 ദിവസം വന്നൂടെ നിനക്ക്? നാളെ കഴിഞ്ഞ് പോവും, സമയമില്ല. ഇവളോടൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. നിങ്ങൾ വന്നേ മിസ് ഉണ്ടാവൂലെന്ന്. നീ ചെല്ലി, ഞാൻ ഇവിടെ നിന്നോളാം. അസൈൻമെന്റ് അസൈൻമെന്റ് വെക്കേഷൻ തുടങ്ങുന്നതിന് മുമ്പ് ഒന്ന് കാണാൻ പറ്റിയല്ലോ. നീ തന്നെ എഴുതിയതാണോ ഇത്? ആ, എന്റെ ഹാൻഡ് റൈറ്റിംഗ് ആണ് മിസ്. മിസ് ഡി ഗ്രേഡാ, കഷ്ടമുണ്ട്. അറ്റൻഡൻസ് ഷോർട്ടേജ് ക്ഷമിക്കാം, എല്ലാം എങ്ങനെയല്ല സുര. ഭാഗ്യം. ഫിജു എന്തൊന്നും മിണ്ടാത്തെ? കിട്ടിയില്ലോ. ഒന്നുമില്ല മിസ്, നിങ്ങൾ സംസാരിക്കല്ലേ. അതാണൊന്നുമില്ല. മിസ്സേ, അതെ മറ്റേ കത്തുകൾ തന്നെ പിടിച്ചേർന്ന ലൈലാസുരൻ ചെല്ല്. മിസ്സേ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ. വാങ്ങിട്ട് മിസ്സിന് മനസ്സിലായല്ലോ. ഹലോ, ആ പ്രദീപ് സാർ. അതൊക്കെ ഒരു രസമല്ലടാ. മിസ് എന്നെ പറ്റി എന്ത് വിചാരിച്ചാണ്? ആ, എല്ലാവരും പിള്ളേർക്ക് ക്ലാസ്സിൽ പോയിട്ടില്ല, എന്താണ് പരിപാടി? ബർത്ത്ഡേ ആണ്. എടാ, അത് ഞാൻ കഴിച്ചാണ്. നീ കഴിക്കണ്ട. ഇവളുടെ എടാ, അവൾക്ക് ഇഞ്ചിക്കോളല്ലേ? ഞാൻ അങ്ങനെ 2 ഇഞ്ചിക്കോള എന്നാണ് വെച്ചത്. ഹായ്, പരിപ്പടാണോ? ഇന്ന് മേരി ഒന്നില്ലേ? മേരിനെ കണ്ടില്ലല്ലോ. എനിക്കൊന്നും അറിഞ്ഞൂടാ. ഇയാള് നല്ല ദേഷ്യത്തിലാന്ന് തോന്നുന്നു. കൂളാക്കാനായിട്ട് ഒരു തണുത്ത ലൈൻ പറയട്ടെ. ചേട്ടാ, എന്തോ കാര്യമുണ്ട്, പറ. അത് ഞങ്ങൾക്ക് ഈ പഴയ പള്ളികളെ കുറിച്ചൊരു പ്രോജക്റ്റ് ഒക്കെ ഉണ്ട്. അതിന്റെ റിസർച്ച്, അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട്. അത്രേ ഉള്ളൂ? നെറ്റിൽ സെർച്ച് ചെയ്താ പോരെ? ഇതൊക്കെ ഞാൻ പറഞ്ഞു തരണോ? അങ്ങനെ ചെയ്തിട്ട് കാര്യമില്ല. നമ്മള് നേരിട്ട് നിന്ന് കളക്ട് ചെയ്യണം. ചേർച്ചിനെ പറ്റിയുള്ള ഹിസ്റ്ററി, ഫോട്ടോസ്, അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട്. എനിക്കാണെങ്കിൽ ഇവിടെ ആരും വലിയ പരിചയമില്ല. അതെന്താ അറിയോ, നമ്മൾ ഈ മനുഷ്യന്മാരുടെ അടുത്തൊക്കെ ഇടയ്ക്ക് വർത്താനം പറയണം, എന്നാലേ നമുക്ക് പരിചയം വരുള്ളൂ. അല്ലാതെ കുട്ടി വിചാരിക്കണാര് എല്ലാവരും കള്ളന്മാരും കോഴികളും പ്രശ്നക്കാരൊന്നുമല്ല. എന്നെ പോലെ കുറെ നല്ല ആൾക്കാരും ഉണ്ട്. എന്താ ഇരിക്കണേ? കുറച്ച് പഴയ പള്ളികളെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് അല്ലേ? ഞാൻ ശരിയാക്കി തരാം. മെഹൂന, 1 മിനിറ്റ്. എടാ, അതെ നമ്മുടെ ക്ലാരയ്ക്ക് പഴയ പള്ളികളെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. എടാ, നീ അച്ഛൻ്റെ അടുത്ത് പറഞ്ഞ് അതൊന്ന് പറഞ്ഞ് ശരിയാക്ക് പ്ലീസ്. നമ്മുടെ കാരക്ക അവള് ഇവിടെ വെച്ചാണ് എന്റെ മൂത്രടിച്ച് മറന്നിട്ടില്ല. ഞാൻ തവക്കൂടി വക്കാലത്തായിട്ട് വന്നാക്കണം. എടത് പഠിക്കണ കാര്യമായതുകൊണ്ടാണ് സഹായിക്കാന്ന് വിചാരിച്ചത്. നമ്മളോ പഠിക്കുന്ന ആൾക്കാരെങ്കിലും നമുക്കൊന്ന് സഹായിച്ചു കൊടുക്കാം. പറയടാ പ്ലീസ് പ്ലീസ്. അല്ലാണ്ട് മേരിക്ക് വേണ്ടിട്ടൊന്നുമല്ല. ആ, ഞാൻ സംസാരിക്കാം. കഴിച്ചോ? സഹതാപം തോന്നിട്ടല്ല, ഇവൻ വന്ന് പറഞ്ഞു കരഞ്ഞ് കാല് പിടിച്ചോണ്ടാണ്. പഴയ എത്ര പള്ളികളെ കുറിച്ച് അറിയണം? 5 5 അല്ലേ?
അതെ പഴയ പള്ളികളെ കുറിച്ച് ഒരു ചെറിയൊരു റിസർച്ച് നമ്മുടെ കോളേജിൽ പഠിക്കുന്ന ഒരു കുട്ടിക്കാണ്. ഒരു 5 പള്ളികളെ കുറിച്ച്. ഇംഗ്ലീഷാ? എനിക്ക് എന്റെ പേര് മാത്രമേ എഴുതറിയാമുള്ളൂ. കുട്ടീനെയൊക്കെ സമ്മതിക്കണം. പേടിക്കണ്ട, അവൻ ശരിയാക്കി തരും. ഓക്കെ, ശരി. അച്ഛനോട് ഞാൻ സംസാരിച്ച് 3 പള്ളികൾ അച്ഛനെ നേരിട്ട് അറിയാവുന്നുണ്ട്. അവിടെ അച്ഛൻ വിളിച്ച് സംസാരിക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ബാക്കി പള്ളികളൊക്കെ അച്ഛൻ നോക്കിയിട്ട് പറയാന്ന് പറഞ്ഞു. പിന്നെ ഈ പള്ളികളൊക്കെ പല സ്ഥലങ്ങളായിട്ടാണ് ഉള്ളത്. പേടിക്കണ്ട, അധികം ദൂരമൊന്നുമില്ല. എനിക്ക് ഈ സ്ഥലങ്ങളൊന്നും വലിയ പരിചയമില്ല. എന്നാ ഞാനൊരു കാര്യം ചെയ്യാം, ഈ പള്ളികളോടൊക്കെ കുട്ടറെ വീട്ടിലേക്ക് വരാൻ പറയാം. ഇയാൾ ഈ നാട്ടുകാരൊന്നുമല്ലേ? കുഴപ്പമില്ല, ഞാൻ പൊക്കോളാം. എനിക്ക് ആ ഡീറ്റെയിൽസ് തന്നാ മതി. ശരി, അയച്ചേക്കാം. ഫിജു, സോറി. അന്ന് പെട്ടെന്നുള്ള ദേഷ്യത്തില് അറിയാതെ സോറി. എനിക്കും വേണ്ട ഇയാളുടെ സോറി. പ്രോയിറ്റ് കഴിയുമ്പോ ഒരരയുടെ പെപ്സിയും ഒരു ഫുൾ അൽഫാമന്തിയും മേടിച്ചു. പിന്നെ കുട്ടി മേടിക്കണ്ട, പ്രോയിറ്റ് എന്ത് ചിലപ്പോഴെങ്കിലും സഹായിക്കും അല്ലടാ? ഞാനാ? കൂടെ ചെല്ലി, നിനക്കല്ലേ സഹായിക്കണ്ടേ, പഠിപ്പിക്കണ്ടേ? ഭയ്യ, ഹായ്. അല്ല, ഞാൻ കരുതിയ ലൈലാസുരം വരുന്നില്ലാന്ന്. പോവാം. അല്ല, വണ്ടി എടുക്കുന്നില്ലേ? എന്തിനാണ് 2 വണ്ടി? നമുക്ക് ഈ വണ്ടി പോയ പോരെ? എന്നാ ഓടിച്ചോ. ഞാൻ ഓടിക്കണോ? പാട്ടേരാ, ആ വണ്ടി അന്തരം വയ്ക്കോ? ചാവി. എന്നാ ഹെൽമെറ്റ് വെച്ചോ. ഇരുന്നോ? പോവാം. പാട്ട് പോയാ